യുദ്ധത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പടത്തലവന്മാരെ പോലെയാണ് ഇറാനും ഇസ്രയേലും ഇപ്പോൾ. യുദ്ധം നാശം മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഉറപ്പുണ്ടായിട്ടും രണ്ട് രാജ്യങ്ങളും അടിച്ചു നശിക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ്. 5ാം ദിവസമായ ഇന്നും സ്ഥിതിഗതികളിൽ മാറ്റമൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തിങ്കളാഴ്ച രാവിലെ ജെറുസലേമിലും ടെൽ അവീവിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിലെ പലയിടങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ടത്രേ. ഇറാൻ വീണ്ടും ഇസ്രയേലിലേക്ക് ഏകദേശം 20ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടിട്ടുള്ളത്. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ് എന്നാണ് IDF അറിയിച്ചിട്ടുള്ളത്. മധ്യ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും യാത്രക്കാരില്ലാത്ത ഒരു ബസ്സിനും വാഹനങ്ങൾക്കും തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഹാക്ക് ചെയ്തതായി ഇറാൻ അവകാശപ്പെടുകയുണ്ടായി. ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അയൺ ഡോം സംവിധാനത്തിനുമേൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനായെന്നും ഇതേ തുടർന്ന് ഇസ്രയേലിന്റെ മിസൈലുകൾ തന്നെ ഇസ്രയേലിലെ പലയിടങ്ങളിലും പതിച്ചെന്നും ഇറാൻ വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ മാത്രമല്ല, ഇറാനെതിരെ ഇസ്രയേലും ശക്തമായ ആക്രമണം തന്നെയാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും പോർ വിമാനങ്ങളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിന് ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. തങ്ങളുടെ ടെലിവിഷൻ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിലെ 2 ടെലിവിഷൻ ചാനലുകൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇസ്രയേൽ ടെലിവിഷൻ ചാനലുകളുടെ ആസ്ഥാനത്ത് നിന്നും ജീവനക്കാർ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടുകൂടി ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടങ്ങിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ അതിർത്തി കടന്ന് അർമേനിയയിൽ സുരക്ഷിതമായി പ്രവേശിച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടിയാണ് വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ റോഡ് മാർഗം അർമേനിയയിൽ എത്തിച്ചിട്ടുള്ളത്. ഏകദേശം 110ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അർമേനിയയിൽ എത്തിയിട്ടുള്ളത്. ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഇതിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണെന്നാണ് വിവരം. മെഡിക്കൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന 600 പേരുടെ സംഘത്തെ കോമ നഗരത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. സ്വന്തമായി ടെഹ്റാൻ വിടുന്നവർ സുരക്ഷിത നഗരങ്ങളിലേക്ക് മാറണമെന്നും എംബസി അറിയിക്കുകയുണ്ടായി. ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ടെൽ അവീവിൽ നിന്ന് ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. യുദ്ധം മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ ഗാസയിലേതിനേക്കാൾ ദുസ്സഹമാകും ഇരു രാജ്യങ്ങളിലെയും സാധാരണ ആളുകളുടെ അവസ്ഥ. അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.